സ്നേഹത്തിന്റെ മധുരം വിളമ്പി മതസൗഹാർദ്ദത്തിന്റെ ഒരു മനോഹര കാഴ്ച. വയനാട് തോൽപ്പെട്ടി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പള്ളിപ്പെരുന്നാളിനാണ് അപ്രതീക്ഷിത സമ്മാനവുമായി ചിലരെത്തിയത്. കാണാം ഒരു റിയൽ കേരള സ്റ്റോറി. ഇവിടെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. അതിന്റെ നേർക്കാഴ്ചയാണ് ഈ മധുരം പങ്കുവയ്ക്കൽ. വയനാട് കാട്ടിക്കുളം തോൽപ്പെട്ടി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയ വിശ്വാസികൾക്ക് തോൽപ്പെട്ടി ജുമാ മസ്ജിദ് മഹലിലെ അംഗങ്ങൾ തങ്ങളുടെ ക്രൈസ്തവ സഹോദരർക്കായി തിരുനാൾ ദിനത്തിൽ മധുരവും ലഘുഭക്ഷണവുമായാണ് ഇത്തവണയും പള്ളിയിലേക്കെത്തിയത്. ജാതിമത ഭേദമന്യേ എല്ലാ ആഘോഷങ്ങൾക്കും നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകാറുണ്ടെന്നും ഇത്തവണ തിരുനാൾ ദിനത്തിൽ അപ്രതീക്ഷിതമായി മഴയെത്തിയത് കൊടുംചൂടിൽ മറ്റൊരു അനുഗ്രഹമായെന്നും പള്ളി വികാരി ഫാദർ ഡോക്ടർ സണ്ണി പടിഞ്ഞാറിടത്ത് പറഞ്ഞു. നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും മനുഷ്യനാകൂ എന്നുള്ളതാ. നല്ല മനുഷ്യനാകുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് ആഴമുള്ളൂ. അതാണ് നമ്മൾ ഈ കാണിച്ച കൂട്ടായ്മ. അതിന് ഞാൻ ഇവരോട് പ്രത്യേകം നന്ദി പറയാണ്. എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും തിരുനാൾ ദിനത്തിൽ പങ്കുചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും മതസൗഹാർദ്ദത്തിന് ലോകത്തിനു തന്നെ മാതൃകയായി വരും വർഷങ്ങളിൽ വിപുലമായി തന്നെ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും തോൽപ്പെട്ടി ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി KC ഗഫൂർ പറഞ്ഞു. വരും തലമുറ ഇത് കണ്ടു പഠിച്ച് എല്ലാവരും ഒത്തൊരുമയോടുകൂടെ സ്നേഹത്തിലും സാഹോദര്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഈ മഹല്ല് കഴിയണം, ഈ നാട് കഴിയണം, ഈ ഗ്രാമം കഴിയണം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മതത്തിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ലെന്നാണ് ഇവിടുത്തെ വിശ്വാസം. മതസൗഹാർദ്ദം ലോകത്തിന് മാതൃകയാക്കുന്നത് മാത്രമല്ല, വരും തലമുറകളിലേക്ക് പകർന്നു നൽകുക കൂടിയാണ് ഇവർ ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.